കണ്ടന്റ് ചിലവിടത്തൊക്കെ ഓക്കെ, പക്ഷെ പഴയ ഒരു ബിഗ് ബോസിന്റെ വൈബ് കിട്ടണില്ല. അനുവിന്റെ ഗെയിമിൽ പുള്ളി വീണുപോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അനീഷ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ആദിലയാണ്. അനീഷും അനുവും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അനീഷിന്റെ നിലപാട് അന്നൊന്നും ഒരുപോലെയാണ്, മാറ്റമില്ല. അനുമോൾക്ക് പല സമയത്തും പല സ്വഭാവമല്ലേ. ഫസ്റ്റും സെക്കൻഡ് അവർ രണ്ടാവരാവാനാണ് ചാൻസ് കൂടുതൽ. ചാൻസ് ഇല്ല, ഗെയിം തന്നെ ആയിരിക്കാം. അനീഷ അല്ലെങ്കിൽ നെവിനാണ്. എനിക്ക് രണ്ടുപേരെയാണ് എനിക്ക് ഇഷ്ടം. റൂബിൽ ഞാൻ കട്ട ഫാനായിരുന്നു. ആദിലയുടെ ക്യാരക്ടർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ എന്തെന്നാണ് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുമെങ്കിലും എന്താണ് ഒരാളോട് നമുക്ക് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് പറയണം എന്നറിയാത്തൊരു ഇതെനിക്ക് തോന്നി. അല്ല, നമുക്കൊരു ഒളിമ്പിക്സോ അല്ലെങ്കിൽ ഒരു നാഷണൽ ഒരു ഇവൻസിനോ വേണ്ടിയൊന്നുമല്ല ഈ പ്രോഗ്രാം നടക്കുന്നത്. ശ്രുതി പോകുമ്പോൾ നിൽക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കൊച്ചി മറൈൻ ഡ്രൈവ്. ചില ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആര് വിജയിയാക്കും? ആ ചോദ്യങ്ങളിലേക്കും ആ ഉത്തരങ്ങളിലേക്കുമാണ് ഞങ്ങളിപ്പോൾ കടക്കാൻ പോകുന്നത്. പബ്ലിക് ഒപ്പീനിയൻ എന്താണ് നമുക്ക് ജനങ്ങളിലേക്ക് തന്നെ. ബിഗ് ബോസ് കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. ഇപ്പം നമ്മുടെ 7th സീസണിൻ്റെ അവസാന ഘട്ടമായെന്നറിയാലോ. അപ്പം ആരായിരിക്കും വിന്നർ? ഷാനവാസ്. എല്ലാവർക്കും ഷാനവാസിനാണ് അഭിപ്രായം. അതെ. എന്തുകൊണ്ടാണ് ഷാനവാസിനെ തിരഞ്ഞെടുത്തത്? നല്ല ആറ്റിറ്റ്യൂഡാണ്, ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും. അങ്ങനെ ആരോടും ഒരു ഇതില്ല, എല്ലാവരോടും ഒരുപോലെ തന്നെയാണ്. ഇപ്പം ഷാനവാസ് അവിടെ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒറിജിനൽ ആണോ അത് ആക്ടിങ്? തീർച്ചയായിട്ടും ഒറിജിനൽ തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യമാണ്. മോര് തട്ടിയിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്. അല്ല, അവനിങ്ങനെ അനീഷ് ഒരിത് പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും പെട്ടെന്ന് ഒരിത് കാണുമ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് ആയിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് വരും. ഒരു വിചാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഷോക്ക് ആകത്തില്ല. അപ്പം ഷോക്കിന്റെ രീതിയിലാണ് റിയൽ ആയിട്ടാണെന്ന് നിങ്ങളുടെ അഭിപ്രായം? അതെ. അപ്പം ഷാനവാസ് വിന്നർ ആണെങ്കിൽ ആരായിരിക്കും രണ്ടാമതായിട്ട് വരുന്ന ഒരു വ്യക്തി? അനുമോളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അനുമോള് നല്ല തീർച്ചയായിട്ടും ഒറിജിനാലിറ്റിയാണ് അനുമോളുടെ ഒറിജിനൽ. അതും അങ്ങനെ തന്നെയാണ്. സ്റ്റാർ മാജിക് കാണുമ്പോൾ അനുമോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിലും. അവിടെ അല്ലാതെ ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ അനീഷ് നമ്മൾ അനുമോളെന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പം അത് അനീഷ് കറക്റ്റ് ഒരു റിയൽ ആയിട്ടൊരു കാര്യമാണോ അത് ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജിയാണ്? പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും ശരിയല്ലായിരുന്നു, തെറ്റ് തന്നെയാണ് പറഞ്ഞത്. കാരണം അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് അനുവിനെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ പെട്ടെന്ന് അത് പറയുമ്പോൾ എന്തായാലും അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റുള്ള ജോഡികളുടെ കണക്കി വരുമ്പോൾ ഒരു ജോഡിയാകാൻ സാധ്യതയില്ല. ഒരിക്കലും ഇല്ല. പിന്നെ അതേപോലെ തന്നെ അനീഷ് അനുമോളോട് ഈ പ്രണയം തുറന്ന് പറയുമ്പോൾ നമ്മുടെ അനുമോൾ റിജക്റ്റ് അപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അനീഷ് ഒരു കോൾഡ് ബിഹേവിയർ ആണ് കൊണ്ട് നടന്ന ആരോടൊന്നും മിണ്ടാതെ. അതൊക്കെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അല്ല തുറന്ന് സംസാരിക്കായിരുന്നു അല്ലേ? തുറന്ന് സംസാരിച്ച പ്രശ്നം സോൾവ് ആക്കായിരുന്നു. ഓക്കെ. ഇപ്പം 7th സീസണിൽ കുറേ പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. ആര് എവിക്റ്റ് ആയപ്പോൾ സന്തോഷം തോന്നിയ? കൂടുതലും മറ്റേ മസ്താനി എവിക്റ്റായപ്പോൾ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. ബെന്നി പോയപ്പോഴും. അപ്പം അതേപോലെ ആരാണ് എവിക്റ്റ് ആയപ്പോഴേ സങ്കടം തോന്നി? എവിക്റ്റ് ആവണ്ടായിരുന്നു, കുറച്ച് നാൾ കൂടെ നിൽക്കായിരുന്നു. ജിസയിൽ പോയപ്പോൾ സങ്കടം വന്നു. പക്ഷേ ജിസയിൽ പോയപ്പോൾ ആരും നല്ലോണം കളിക്കാൻ പറ്റുന്ന ഒരു റൂമറുണ്ട്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. അത്രയും നാളും ഒരു ഗ്രൂപ്പായിട്ട് നിന്നവൻ പെട്ടെന്ന് ജിസയിൽ പോയപ്പോൾ നല്ല ആക്റ്റീവായി. പക്ഷേ ജിസയിൽ കുറച്ച് നാളും കൂടെ നിൽക്കേണ്ടതായിരുന്നു. ആരിനെ എവിക്റ്റ് ആയതിനെ പറ്റിയിട്ടോ? അതും വളരെ മോശമായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആളും ഗ്രാൻഡ് ഫിനാലെ വരുമെന്ന് തന്നെ കരുതിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മറ്റ് കണ്ടസ്റ്റന്റ് പറ്റിയുള്ള അഭിപ്രായം? അക്ബറിനെ പറ്റിയിട്ട്, നമ്മുടെ ആദില, നൂറ, ഇവരെ പറ്റിയിട്ടൊക്കെ, നെവിൻ, എല്ലാവരും നല്ല ഗെയിമറാണ്. എല്ലാവരും നല്ലൊരു ആദില, നൂറയെ പറ്റിയിട്ടൊക്കെ ഗെയിം നല്ല ഇതാണ്. എല്ലാ സീസണും കാണാറുണ്ടല്ലോ. ഈ സീസൺ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട? എനിക്ക് റോബിൻ്റെ ഒക്കെ ആയിരുന്നു. റോബിൻ നല്ല ഒരാളായിരുന്നു. നല്ലൊരു സീസണായിരുന്നു, നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ലൊരു ഗെയിമറും ആയിരുന്നു. ആ ഒരു ഇതായിരുന്നു ഏറ്റവും നല്ലത്. 4ാമത്തെ സീസണും വെച്ചിട്ട് നമ്മുടെ ഈ 7ാമത്തെ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 7ാമത്തെ സീസണിൽ ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്? എല്ലാം ഒരുപോലെ തന്നെ, ഒരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ 7th സീസൺ കുറച്ച് മുന്നേറിയോ അതോ ഒരു ലെവലിൽ താഴ്ന്നു പോയി? തീർച്ചയായും. ഈ പ്രാവശ്യം അവർ ചൂസ് ചെയ്ത കണ്ടസ്റ്റന്റുകളൊക്കെ ഓക്കെ ആയിരുന്നോ?
ഓക്കെ ആയിരുന്നു, എല്ലാവരും നല്ല ഇതായിരുന്നു. രേണു സുധിയൊക്കെ എവിക്റ്റ് ആയത് സുധി പോകേണ്ട ആളല്ലായിരുന്നു, കുറച്ച് നിൽക്കണ്ടായിരുന്നു. നിൽക്കാമായിരുന്നു. ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് അദ്ദേഹം പോയത്. മേ ബി എനിക്ക് കൂടുതലും തോന്നുന്ന അനുമോളാവാനായിരിക്കും ചാൻസ്. അനുമോള് കുഴപ്പമില്ല, നന്നായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് കൂടുതലും. പിന്നെ അനുമോക്കാണ് സപ്പോർട്ടൊക്കെ ആണെങ്കിലും കൂടുതലും കാണാറുള്ളത്. അപ്പം ചാൻസ് അനുമോളാവാനാണ് ചാൻസ് ഉണ്ടാവുക. സെക്കൻഡ് അനീഷ് അല്ലെങ്കിൽ ഇവരെങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വയസ്സ് ദിവസമായിട്ട് അനീഷ് ഒരു അനുമോളായിരിക്കും ഫസ്റ്റ് റണ്ണറപ്പും വിന്നറായിട്ട് വരാനുള്ള ചാൻസ്. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതെ. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടായിരിക്കും മനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തത്. അത് റിയൽ ആണോ, അത് ഗെയിം സ്ട്രാറ്റജി ആണോ? ലാസ്റ്റ് മൂമെൻറ്റിൽ ഇപ്പോൾ ഗെയിം സ്ട്രാറ്റജി ഇടുമോയെന്ന് അറിയില്ല. കാരണം ഓൾറെഡി അവർ രണ്ടുപേരാണ് ടോപ്പായിട്ടുള്ള വോട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, മേ ബി ജെന്യൂനായിട്ട് പ്രപ്പോസ് ചെയ്തതായിരിക്കും. പിന്നെ ആളങ്ങനെ ഒരു സ്ട്രാറ്റജി ഒന്നും എനിക്ക് തോന്നാറില്ല. കണ്ടിട്ട് കാണുമ്പോൾ ഒരു മാച്ചിങ് ഉണ്ട്. പിന്നെ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഇതിലുള്ള വെച്ച് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. മേ ബി ആവാം, അല്ലെങ്കിൽ ആവാതിരിക്കും. ഈ 7th സീസണിൽ എവിക്റ്റ് ആയപ്പോഴാണ് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയത്. സങ്കടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ പോയപ്പം ആര്യൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ സങ്കടം തോന്നി. വേറെ ആരും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആര് പോയപ്പോഴും സന്തോഷം തോന്നി? മസ്താനിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ കയറി വന്നിട്ട് പെട്ടെന്ന് പോയി എന്നൊരു തോന്നലായിട്ട്. ആളവിടെ പ്രശ്നം ഉണ്ടാക്കുക വന്നപ്പോൾ തൊട്ട് തോന്നിയാൽ പിന്നെ പ്രത്യേകിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ലാന്ന് തോന്നി. ഒരാൾക്കെതിരെ ഒരാൾക്കെതിരെ എന്തോ ഫിസിക്കൽ അസോൾട്ട് എന്തോ ഒരു പ്രോബ്ലം ഒക്കെ പറഞ്ഞൊരിക്കൽ സീനായിരുന്നു. പിന്നെ അപ്പാനിയൊക്കെ പോയപ്പോഴാണെങ്കിലും ഭയങ്കര ഓവറായിട്ടുള്ള റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. മസ്താനി പോയപ്പം അതൊരു ഫെയർ ആയിട്ട് ഉള്ള എവിക്ഷനാന്ന് തോന്നി. ഫസ്റ്റ് സീസൺ അങ്ങനെ കണ്ടിട്ടില്ല, പിന്നെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പം ഏത് സീസണാണ് കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കൂടുതൽ ഇഷ്ടമായിരുന്നു അഖിൽമാരാറിൻ്റെ സീസൺ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഇതിൻ്റെ മുമ്പത്തെ അർജുൻ്റെ ശ്രീതുവിൻ്റെ അർജുന ഇഷ്ടമായിരുന്നു കൂടുതൽ അർജുനെ ഇഷ്ടം. ഈ 7th സീസൺ ഒരു പോരായ്മ ആണോ അതോ ഒരു ഇമ്പ്രൂവ് ആയോ? അത് ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേനെ വെച്ച് നോക്കുമ്പോൾ അത്ര പോരാ. കണ്ടന്റ് വെച്ച് നോക്കുവാണെങ്കിലും കണ്ടന്റ് ചിലവിടത്തൊക്കെ ഓക്കെ, പക്ഷെ പഴയ ഒരു ബിഗ് ബോസിന്റെ വൈബ് കിട്ടണില്ല. ആരും തമ്മിൽ അങ്ങോട്ട് ആദ്യമേ തൊട്ട് ഇവർ തമ്മിലൊരു ചർച്ചയില്ലായിരുന്നു, ഗ്രൂപ്പിസ് അത് ഇതൊക്കെ. പിന്നെ എന്തൊക്കെയോ കാണിച്ചു, പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വന്ന് അതുപോലെ അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അത്ര ഒരു ഇമ്പ്രൂവ് ആയിട്ടുള്ള സീസണായിട്ടൊന്നും തോന്നിയിട്ടില്ല. മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു ബെറ്റർ എന്ന് തോന്നാറുണ്ട്. പൊതുവേ ഈ പരിപാടിയായിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ റിയാലിറ്റി ഷോന്റെ? ടൈം പാസിന് നല്ലതാണ്. ടൈം പാസിന് നമുക്കിപ്പം ഒന്നും ഇല്ലല്ലോ ഇരുന്ന് കാണാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അഡൽട്സിനെ വല്ലാതെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. ഇൻഫ്ലുവൻസ് ആവേണ്ടവർക്കാവാം, അല്ലാത്തവർക്ക് ആവാം. അത് എനിക്കിതുവരെ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല, അതിൽ നിന്നൊരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ല. റോബിൻ കുഴപ്പമില്ലായിരുന്നു, പിന്നെ കുറച്ച് പൊട്ടിത്തെറിക്കുന്ന ക്യാരക്ടറായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നതെന്ന് തോന്നി. പക്ഷെ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. 4th സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു? 4th സീസൺ വരുമ്പോൾ ദിൽഷയുടെ അവരുടെ ഒക്കെ വരുന്ന അത് കുഴപ്പമില്ലായിരുന്നു. അത് കുറച്ചുകൂടെ ഒരു ഇതുണ്ടായിരുന്നു, കണ്ടന്റ് ഉണ്ടായിരുന്നു, പിന്നെ കാണാനും കുറച്ചുകൂടി ഇതുണ്ടായിരുന്നു. തീപ്പൊരിയായിരുന്നു. മറ്റേ റിയാസ്, ലക്ഷ്മിപ്രിയ അവരുടെ ഒരു ഇതൊക്കെ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ആണെങ്കിലും ഭയങ്കര ഒരു ക്വയറ്റ് പ്ലേസ് പോലെ ഇരിക്കുന്നു. കണ്ടന്റ് ഉള്ളപ്പോൾ വന്ന് പെട്ടെന്ന് പോകുന്നു, അല്ലാതെ ഒരു സ്ഥിരമായിട്ടൊരു കണ്ടന്റ് ഉണ്ടെന്ന് തോന്നാറില്ല. പിന്നെ ആദില നൂറയൊക്കെ ഇഷ്ടമാണോ? എനിക്ക് നൂറേനെയാണ് കൂടുതലും ഇഷ്ടം. ഗെയിമർ എന്നുള്ള രീതിയിൽ അവൾ നന്നായിട്ട് ചെയ്യാറുണ്ട്. നൂറയുടെ എനിക്കിഷ്ടം. അതിലയുടെ കുഴപ്പമില്ല, പക്ഷെ ക്യാരക്ടർ വൈസ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേയേഴ്സിൽ നൂറയാണ് ബെറ്റർ. നിവിൻ എന്താ പറയുക, ചില സമയത്ത് ഓക്കെയാണ്, ചില സമയത്ത് അന്നത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ എന്ന് വെച്ച് കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ഇതും കാണിച്ച് കൂട്ടാറുണ്ടെന്ന് തോന്നാറുണ്ട്. സാബുമോൻ ഇപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും ഇല്ല, ആള് ഉണ്ടെന്നുള്ളൊരു ഇതില്ലായിരുന്നു ഇപ്പോൾ, പക്ഷെ ഓക്കെ. പിന്നെ നമ്മുടെ രേണു സുധിയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? രേണു സുധിയൊക്കെ ഉള്ളപ്പം ആളൊത്തിരി അങ്ങോട്ട് സംസാരിക്കാറില്ലായിരുന്നെങ്കിലും പിന്നെ ഉണ്ട് മറ്റേ അനീഷിൻ്റെയും രേണുവിൻ്റെ ഒക്കെ ഒരു കോൺവെർസേഷൻ ഇപ്പോൾ ഒരു ട്രോളായിട്ട് കൂടുതൽ ഇറങ്ങുന്നുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല. എനിക്കപ്പോൾ തോന്നി അപ്പോൾ പോകണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ആൾക്ക് വേണേലും കുറച്ചുകൂടെ അവിടെ നിന്നിട്ട് ഇമ്പ്രൂവ് ആയിരുന്നു. പിന്നെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ പോണോ വേണ്ടതെന്ന്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പം ബിഗ് ബോസ് 7th സീസൺ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണോ ഈ ലാസ്റ്റത്തേന്ന് മനസ്സിലാവുന്നില്ല.
നല്ല ഗെയിം ആയിരുന്നു. സ്ട്രാറ്റജി ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അനുവിൻ്റെ ഗെയിമിൽ പുള്ളി വീണു പോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അനീഷിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോൾ തോന്നുന്നത് ഒറിജിനലി പറഞ്ഞതെന്നാണ്. ഗെയിം ആകണേന്നാണ് പ്രാർത്ഥന. അതെന്താ അങ്ങനെ ഒരു പ്രാർത്ഥന? അനുവിന് ഇഷ്ടമില്ലല്ലോ, പിന്നെ പുള്ളിയുടെ മനസ്സിനത് പ്രണയം നിരസിക്കുമ്പോൾ ഒരു വേദനയല്ലേ. അല്ല, അനു വ്യക്തമായിട്ട് എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, എനിക്കത് നോ തന്നെയാണെന്ന് അനു പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് അനുവിന് താല്പര്യം ഇല്ല എന്ന് തന്നെയാണ്. അനു ഒരു തമാശ രീതിയിലാണ് അനീഷിനോട് പെരുമാറിയിരിക്കുന്നത്. അനീഷ് തെറ്റിദ്ധരിച്ചതാണോ ഇനി ഗെയിമാണോ എന്നറിയില്ല. അപ്പോൾ അനുവിൻ്റെ ഭാഗത്ത് എനിക്ക് അങ്ങനെ തെറ്റൊന്നും തോന്നുന്നില്ല. അനീഷ് അല്ലെങ്കിൽ അനീഷിനൊപ്പം തന്നെ അനുവിനും ചാൻസ് ഉണ്ട്. അനീഷ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആദിലയാണ്. ആദിലെനിക്കിഷ്ടമാണ്. ക്യാരക്ടർ വൈസ് കൗണ്ടർ അടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, നൂറേക്കാട്ടിലും ആദിലയോടാണൊരു ഇഷ്ടം. നൂറേക്കാളും ഇഷ്ടം ആദിലയാണ്. നൂറേക്കാളും ആദിലയാണ് ഇത്തിരി കൂടി ജെന്യുവിനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റോബിനെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതെനിക്ക് എന്തോ എനിക്ക് ആ ബിഹേവിയർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അഖിൽ മാരാറ് രസമായിരുന്നു. പിന്നെ നമ്മുടെ 7th സീസണിൽ ആര് എവിക്റ്റ് ആയപ്പോഴായിരുന്നു വേണ്ട എവിക്റ്റ് ആവേണ്ട എന്നൊരു വിഷമം തോന്നിയത്? ജിസയില് ആര്യൻ രണ്ടുപേരും പോയപ്പോൾ പോയപ്പോഴാണ് അവർ കുറച്ചും കൂടെ തുടരാമെന്ന് തോന്നില്ല. ആര് പോയപ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നിയത്? സന്തോഷം മസ്താനി. എന്തുകൊണ്ടാണ് മസ്താനിയുടെ ഗെയിം പ്ലാൻ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു നമുക്ക് ഇഷ്ടം തോന്നിയിരുന്നില്ല അല്ലേ. ഒരാൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ ഹേർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി എനിക്കിഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് ഇതിന് ഇഷ്ടമാവാൻ തുടങ്ങി ജിസയിൽ പോയതിന് ശേഷമാണ്. പക്ഷേ ജിസയിലും കണ്ടിരിക്കാനൊരു ഇഷ്ടമായിരുന്നു. അത് നല്ലൊരു ഗെയിമറായിരുന്നു. ഗെയിം നമ്മുടെ ജിസയിൽ പോയി കഴിഞ്ഞാൽ ആരും നല്ല ഗെയിമറായി വന്നു. സീസൺ നല്ലതാണ്. പിന്നെ മറ്റേ ജാസ്മിൻ്റെ ഒക്കെ ആ സീസൺ ഞാൻ കണ്ടിട്ടില്ല. അഖിൽ മാരാറിൻ്റെ അതിനേക്കാൾ എനിക്കിഷ്ടം ഇതായിരുന്നു. ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പം സൽമാൻ ഖാനുമായിട്ടൊന്നും കമ്പയർ ചെയ്തല്ല നമ്മുടെ ലാലേട്ടൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. തണുപ്പൻ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഈ ഷാനവാസിൻ്റെയൊക്കെ ഇഷ്യൂവിൽ നന്നായിട്ട് പ്രതികരിച്ചിരുന്നു. നല്ല ലാലേട്ടൻ്റെ രീതിയിൽ ലാലേട്ടൻ നന്നായിട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അനീഷാണ്. എന്താ അനീഷിനെ തിരഞ്ഞെടുക്കാനൊരു കാരണം? ഏറ്റവും കൂടുതൽ നല്ലോണം വഴക്കുണ്ടാക്കുന്നുണ്ട്. എനിക്ക് അനീഷാണ് തോന്നണേ. ഇപ്പം അനുമോളെ കുറിച്ച് എന്താണ് അഭിപ്രായം? വലുതായിട്ടൊന്നുമില്ല. ഒന്നേ അനീഷ് അല്ലെ അനുമോള, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും. ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിലൊരു പ്രപ്പോസിങ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? റിയൽ ആണോ അതോ അതൊരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ? എനിക്ക് തോന്നുന്നു റിയലായിട്ടാണ് പറഞ്ഞതെന്നാ. എപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് അനീഷ്. പിന്നെ നൂറയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ 7th സീസണിൽ നിന്ന് ആര് എവിക്റ്റ് ആയപ്പോഴാണ് ഒരു എവിക്റ്റ് ആവേണ്ട എന്നൊരു ഫീലൊക്കെ തോന്നിയത്? ആര്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ആര്യനും അക്ബറും എല്ലാവരും ഒരു ടീം തന്നെ ആയിരുന്നു. ആര്യൻ പോകണ്ടായിരുന്നു. ഈ 6ഉം 7ഉം തമ്മിൽ ഏതാണ് കൂടുതലായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്? 6. അതിലെല്ലാവരും നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു ഇവരെക്കാട്ടിയും. പിന്നെ ബെറ്റർ ആയിട്ട് തോന്നിയതും അതാണ്. ആരായിരുന്നു സീസൺ 6 ഇഷ്ടപ്പെട്ട വ്യക്തി? ജാസ്മിൻ ആണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ട്. അപ്പം ലാസ്റ്റ് വീക്ക് ആയല്ലോ ബിഗ് ബോസ് 7th സീസൺ. അപ്പം ആരായിരിക്കും വിന്നറായിട്ട് തോന്നുന്നത്? വിന്നർ അനീഷ് തുടക്കത്തിലേ തൊട്ട് അവൻ്റെ കളികളൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് വരുന്നു. അനുമോള് നല്ല ഇഷ്ടമാണ്, ക്യൂട്ടാണ്. പിന്നെ എന്താ പറയുക, അനീഷുമായിട്ട് ചേരും. പ്രപ്പോസിങ് കണ്ടു കാണുമായിരിക്കുമല്ലോ. അത് റിയൽ ആണോ അതോ വെറും ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ അനീഷിന്റെ? റിയലാന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പം ഈ 7th സീസണിൽ കുറേ പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ എവിക്റ്റ് ആയവരിൽ വിഷമം തോന്നിയത് ആരാ? എവിക്റ്റായി പോയതിൽ ആര്യൻ പോയാലൊരു വിഷമമുണ്ട്. സീസൺസ് ഫസ്റ്റ് അതിൽ ശ്രീനീഷ് പേളി ആ ഒരു എപ്പിസോഡ് അതും മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫാമിലിയാണ് ഇപ്പോൾ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കുന്നു മക്കളുമായിട്ട്. ദിൽറോ എന്ന് പറയുന്ന അവർ ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പിളായിരുന്നു അതിനകത്ത് വെച്ച്. പക്ഷേ പിന്നീട് അവർ വേർപിരിഞ്ഞു പോയില്ല. ഇപ്പോൾ ഇവർ അനീഷും അനുവും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നല്ലൊരു ജീവിതം അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് കാണാറുണ്ട്. ആരായിരിക്കും വിന്നർ എന്ന് ഒരു ഊഹിക്കാമോ? അനീഷ് തന്നെയാണ്. അനീഷിന്റെ നിലപാട് അന്നൊന്നും ഒരുപോലെയാണ്, മാറ്റമില്ല. അതുകൊണ്ട് അനീഷ് തന്നെ വിന്നർ. അനുമോൾക്ക് പല സമയത്തും പല സ്വഭാവമല്ലേ. പിന്നെ PR ഉണ്ട്, ജയിക്കാൻ 16 ലക്ഷം കൊടുത്ത് PR നിർത്തിയിട്ടുണ്ട്.
എന്നാലും അനുമോളാവില്ല. അനീഷ് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ ചാൻസ് ഉള്ളത് ആർക്കായിരിക്കാം? ഷാനവാസ് അത് തന്നെ നിലപാടിൽ ഉറച്ചിരിക്കണത് തന്നെ. ഷാനവാസ് ഒരു നല്ല നിലപാടുള്ള വ്യക്തിയാണ്. ഓക്കെ. അനുമോളുടെയും അനീഷിന്റെയും ഒരു കോംബോ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ പറ്റി അഭിപ്രായം എന്താ? അനീഷ് ആ ഒരു പ്രപ്പോസൽ നടത്തിയത് ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ അതോ സ്വന്തം ഫീലിംഗ് ആണോ? സ്വന്തം ഫീലിംഗാണ്. അനീഷിന് ഒരു പെട്ടെന്ന് വന്ന നിലപാടിൽ തന്നെ ഒരു പെട്ടെന്നൊരു പ്രണയം തോന്നിയതാണ് അനീഷിന്. അനീഷ് തുറന്നു പറഞ്ഞു. അനുമോള് നല്ലൊരു മറുപടിയാണ് കൊടുത്തേക്കണത്. കാരണം 2 കൊല്ലം വേണം, അതൊക്കെ നല്ലൊരു മറുപടി തന്നെയാണ്. പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ലല്ലോ അനുമോൾക്ക്. എവിക്റ്റ് ആയപ്പോൾ വിഷമം തോന്നിയത് ആരോടാണ്? ആര്യനാണ്. ആര്യൻ പിന്നെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഔട്ടായെന്ന് അറിയില്ല. അവസാന നിമിഷം വരെ നിൽക്കുന്നു ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഉണ്ടായില്ല. സീസൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റോബിൻ രാധാകൃഷ്ണന്റെ. അതെ. അപ്പം റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പറയുമോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ? രാധാകൃഷ്ണൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നില്ല. അന്നത്തെ ബിഗ് ബോസ് ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് സീസൺ 4 ആയിരുന്നു. സീസൺ 4 റോബിൻ സൂപ്പറായിരുന്നു. പിന്നെ സാഹചര്യം കൊണ്ട് പോയി. പക്ഷെ അന്നത്തെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് പോവില്ലായിരുന്നു. ഇഷ്ടംപോലെ ഇടിയല്ല നടക്കണത്. ബിഗ് ബോസ് 7th സീസൺ ലാസ്റ്റ് ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. അപ്പം ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അനീഷ് നല്ലൊരു ഗെയിമറാണ്. പിന്നെ എന്താ ജെന്യുവനായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഈ 7th സീസണിൽ കുറേ പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ എവിക്റ്റ് ആയവരിൽ എവിക്റ്റ് ആവേണ്ട ഒരു വിഷമം തോന്നിയ കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ആരുമില്ല. എല്ലാവരും അർഹതപ്പെട്ടിരുന്നു, എവിക്റ്റ് ആവാൻ അർഹതപ്പെട്ടിരുന്നു. എല്ലാ സീസണും കാണാറുണ്ടോ? കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കണ്ടതിൽ വെച്ചിട്ട് ഏത് സീസണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? 5th സീസണാണ്. അപ്പം ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അതിലാനൂറ. അപ്പം അതിന് രണ്ടും കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പം അതിലാരായിരിക്കും? നൂറയാണ് ഇഷ്ടമല്ലേ? അപ്പം എന്താ ഇഷ്ടപ്പെടാൻ കാരണം? നന്നായിട്ട് ഗെയിം കളിക്കും, പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അനീഷിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അനുമോള് നന്നായിട്ട് കളിക്കലുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ട്. അപ്പം ഈ 7th സീസൺ ലാസ്റ്റ് ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. അപ്പം ആരായിരിക്കും വിന്നറായിട്ട് തോന്നുന്നത്? ഷാനവാസ് ജെന്യുവനായിട്ട് കളിക്കുന്നുണ്ട്. അനീഷിനെ പറ്റിയുള്ള അഭിപ്രായം? അനീഷ് സൂപ്പറാണ്. പിന്നെ അനുമോളോ? അനുമോള് കുഴപ്പമില്ല. അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സീൻ ഉണ്ടായിരുന്നു. അത് റിയൽ ആണോ അത് ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ? അനീഷ് റിയലാണെന്ന് തോന്നുന്നു. അപ്പം ഈ സീസണിൽ കണ്ടതിൽ ഏത് സീസൺ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയത്? അനീഷ് ഐ ലവ് യു എന്ന് പറയുന്നത് പേളിയുടെയും ശ്രീനിഷിൻ്റെ ആ സീസൺ ഏറ്റവും നന്നായിട്ട് തോന്നിയത്. അവരുടെ ജോഡി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സൂപ്പറാണ്. ഓക്കെ. ഈ 7th സീസണിൽ കുറേ പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എവിക്റ്റ് ആയവരിൽ എവിക്റ്റ് ആവണ്ട എന്നൊരു ഫീലിംഗ് തോന്നിയത് ആരോടാണ്? വിഷമം തോന്നിയത് ആരോടാണ്? എവിക്റ്റായവരോട് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. ഇല്ല, എല്ലാവരും അവർ അർഹതപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പം ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അനീഷ് ആവാനാണ് ചാൻസ്. ഞാൻ അധികം കാണുന്നത് അവരുടെ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അനീഷ് എല്ലാത്തിനും ഓരോ പ്രതികരണവും എല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ കളിച്ച് പോകുന്നുണ്ട്. ഗെയിമും എല്ലാ കാര്യങ്ങളും. അതാണ്. അനുമോളെ പറ്റിയുള്ള അഭിപ്രായം? കുഴപ്പമില്ല, നല്ല കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം ഈ അനീഷ് പ്രപ്പോസ് ചെയ്തു നമ്മുടെ അനുമോളെ. അപ്പം അവർ അനീഷ് പ്രപ്പോസ് ചെയ്തത് ഒരു റിയൽ ആയിട്ടാണോ അതൊരു വെറും ഗെയിമിംഗ് സ്ട്രാറ്റജിയാണോ? എനിക്ക് റിയലായിട്ട് തോന്നി. അവർ അതിൻ്റെ ഇടയിൽ ഓരോ സംസാരവും കാര്യങ്ങളും റിയലായിട്ട് തോന്നി. ഇനി ഗെയിമാണോ എന്ന് അറിയില്ല. റോബിനൊക്കെ ഉണ്ടായിരുന്നത് അതല്ല 4th സീസണല്ലായിരുന്നു. സോറി, അതിലെ റോബിൻ്റെ ഇതായിരുന്നു ഇഷ്ടം. കണ്ടുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ട് കണ്ടുണ്ടായിരുന്നു. നല്ല എല്ലാം തുറന്ന് പറയാനും ഗെയിമായാലും എന്തായാലും നല്ല ഒരു അഭിപ്രായം. എല്ലാം തുറന്നടിച്ച് പറയും. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഓക്കെ, ഉണ്ട്. അപ്പം ഈ 7th സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ആരായിരിക്കും വിന്നർ എന്ന് പറയാൻ നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. അനുമോളോ അനീഷോ. ഇപ്പം നെവിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ഈ സീസണിൽ നമുക്ക് അനീഷും അനുമോളും ഒരു പ്രപ്പോസിങ് സീനൊക്കെ ഉണ്ടായിരുന്നു. അനീഷ് തൻ്റെ ഫീലിങ്സ് പറഞ്ഞതാണോ അതൊരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആയിട്ടാണോ? അല്ല, പുള്ളിയുടെ ഫീലിങ്സ് പറഞ്ഞത് തന്നെ. അനുമോൾ അങ്ങനല്ല. അനുമോൾ ഒരു ടൈം പാസിന് വേണ്ടി അങ്ങനെ അനീഷുമായിട്ട് പിന്നെ പ്രണയത്തിൻ്റെ രീതിയിലൊന്നും അല്ല അനുമോൾ കളിച്ചത്. അവൾ സ്നേഹത്തോടുകൂടി പെരുമാറിയതാണ്. ആദില-നൂറ എനിക്ക് വലിയ ഇഷ്ടമുള്ള പിള്ളേരാണ് രണ്ടുപേരും ഇഷ്ടമല്ല. എല്ലാ സീസണും കാണാറുണ്ടോ? എല്ലാ സീസണും കാണും. അപ്പം എല്ലാ സീസണും കാണാറുള്ള സ്ഥിതിക്ക് ഏത് സീസണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്കിപ്പോഴുള്ള ഇവരുടെ ഈ
സീസണാണ് ഇഷ്ടപ്പെടുന്നത്. പിള്ളേരുടെ എല്ലാ സ്വഭാവവും മാറിയിട്ടുണ്ട്. പിന്നെ സീസൺ 7 ഇത് നല്ല ഭംഗിയോടുകൂടി പോകുന്നുണ്ട്. ഇപ്പം അവസാനമായപ്പോഴത്തേക്ക് അപ്പം ആര് എവിക്റ്റ് ആയപ്പോഴാണ് വിഷമം തോന്നിയത്? എവിക്റ്റ് ആവണ്ട ആര്യനാണ്. എന്ത് പറ്റി ആര്യന്? അവൻ നല്ല ഒരു പ്ലെയറായിരുന്നു, കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം നല്ലോണം കളിച്ച എല്ലാ ത്തിനും നല്ല മിടുക്കനായിട്ട് വന്നപ്പം പെട്ടെന്ന് എവിക്റ്റ് ആയപ്പോൾ ഒരു വിഷമം വന്നു. പ്രേക്ഷകരുടെ വോട്ടും പ്രകാരമല്ലേ പോയത്. അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. എല്ലാ ജനങ്ങളും കൂടെ വോട്ട് ചെയ്തതല്ലേ. അക്ബറും ഷാനവാസും ഒക്കെ നല്ല കണ്ടൻസല്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പം നെവിനൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. നെവിനെ ഇഷ്ടമാണല്ലേ? നെവിൻ്റെ ഇഷ്ടം, അവൻ്റെ തമാശയൊക്കെ ഇഷ്ടം. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പം അവസാന ഘട്ടത്തിലേക്കായാലോ 7th സീസൺ. അപ്പം ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അനുമോളാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാ കാര്യവും ഇങ്ങനെ തുറന്നൊക്കെ പറയും. പിന്നെ ഒരു പാവം ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അനീഷും അനുമോളുമായിട്ടുള്ള ഒരു പ്രപ്പോസൽസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അത് അനീഷിൻ്റെ ഒരു ഇത് അങ്ങനെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അനുമോള് അപ്പം അതിന് അങ്ങനെ ഒരു റിയാക്ഷൻ ഇങ്ങനെ പ്രതികരിച്ചില്ലല്ലോ. അപ്പം അനുമോൾക്കത് തുറന്ന് പറയാനുള്ള ഒരു ഇത് ഇടം കൊടുത്തില്ല അനീഷ് അപ്പോൾ മാറി നടന്നേച്ചല്ല. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട്. തുറന്നത് സംസാരിക്കാറുണ്ട്. അനു സംസാരിച്ചപ്പോൾ അനീഷ് അത് ഇങ്ങനെ അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു, സംസാരിക്കാനായിട്ട് ഇത് ചെയ്യേണ്ടതായിരുന്നു. മാറി നടന്നല്ല അനീഷ്. അതേപോലെ തന്നെ ഈ 7th സീസണിൽ കുറേ പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. എവിക്റ്റ് ആയപ്പോഴാണ് വേണ്ട ഇത് എവിക്റ്റ് ആവണ്ടായിരുന്നു എന്നൊരു തോന്നിയത്, ഈ വിഷമം തോന്നിയതൊക്കെ? ഇല്ല, എനിക്ക് ആരും അങ്ങനെ തോന്നിയില്ല. ഇപ്പം ഉള്ള അവർ തന്നെയാണ് നല്ലത്. സീസൺ 6 ആയിരുന്നു 7th ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ? ഏതായിരുന്നു? അല്ല, ഈ പ്രാവശ്യം അഭിനയിച്ച ആൾക്കാരൊക്കെ ബിഗ് ബോസിലുള്ളവരൊക്കെ മറ്റേനേക്കാളും ഇത്തിരി കൂടി ലോയലുള്ള ആൾക്കാരാണ്. മറ്റേത് ഇത്തിരി ടോപ്പുള്ള കുറച്ച് ഇതുള്ള ആൾക്കാരാണ് ആദ്യത്തെ ബിഗ് ബോക്സ്. അതൊക്കെ നല്ലൊരു ഇതായിരുന്നു. ഇപ്പോഴത്തേൽ കുറേ ടീമിങ്ങനെ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പോലെ ഇങ്ങനെയൊക്കെ സംസാരവും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഈ ഇങ്ങനെ ഒരു ഇതില്ലാത്ത പോലെ തോന്നി. ഇങ്ങനെ അവരുടെ സംസാരം നമ്മൾ വീടുകളിൽ സംസാരിക്കണ പോലെ അല്ല. അപ്പോൾ ഇവിടെ ഈ പരിപാടിക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ലല്ലോ. വീട്ടിൽ ഉപയോഗിക്കണ ഭാഷയൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതൊരു അങ്ങനെയുള്ള ആദ്യത്തെ ഇത്ര ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏത് കണ്ടസ്റ്റന്റ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അനുമോൾ തന്നെയാണോ? അനുമോളിനാണ് ഇഷ്ടം കൂടുതൽ. പിന്നെ നെവിൻ്റെ ഈ ആക്ഷനും ഇതൊക്കെ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചില നേരം അവനോട് ഇഷ്ടം തോന്നും, ചില നേരം വെറുപ്പ് തോന്നും. ഫുഡൊക്കെ കട്ട് ചെയ്യുന്നാലും അങ്ങനെയുള്ള കാണിക്കുമ്പോൾ ഒരു അരിശം തോന്നും നമുക്ക്. അല്ലാണ്ട് നെവിനോട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചില ടൈമിന് അവന് ഇഷ്ടപ്പെടും, ചില ടൈമിന് നല്ല തമാശയും കാണിക്കുമല്ലോ ചിലപ്പോൾ. ഇപ്പം 7th സീസൺ അവസാന ഘട്ടത്തിലേക്ക് ആയിരിക്കുകയാണ്. ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അനുമോൾ. എന്തുകൊണ്ടാണ് അനുമോളിനെ തിരഞ്ഞെടുക്കാൻ? ജെനുവനാണ്. മറ്റ് കണ്ടസ്റ്റന്റുകൾ അപ്പോൾ ആരായിരിക്കും? അനുമോളാണ് ഇപ്പം വിന്നർ ആവാൻ പോകുന്ന ചാൻസ് എന്ന് പറഞ്ഞു. ആരായിരിക്കും രണ്ടാമത്തെ ഒരു ചാൻസ് ഉള്ളത്? അനീഷ് തന്നെയാണ്. അപ്പം എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. അനീഷ് പ്രപ്പോസ് ചെയ്ത അനുമോളിനെ. അപ്പം അതൊരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ അതോ സ്വന്തം ഫീലിങ്സ് ആണോ അനീഷ് പറഞ്ഞത്? ഗെയിം കളിക്കാൻ വന്നല്ലേ, അപ്പോൾ അവരുടെ ഗെയിം കാണിച്ചു, അത്രേ ഉള്ളൂ. ഗെയിം കാണിച്ചു, അതൊരു റിയൽ അല്ല എന്നാണ്? തീർച്ചയായിട്ടും റിയൽ അല്ല. അവരുടെ ഫ്രണ്ട്സ്, അത് ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കണ്ടന്റ് വിട്ടുകൊടുത്തു, അത്രയാണ്. അതേപോലെ തന്നെ ഇപ്പം ഈ സീസണിൽ കുറേ പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. എവിക്റ്റ് ആയപ്പോഴാണ് വിഷമം തോന്നിയത്, അല്ലെങ്കിൽ എവിക്റ്റ് ആവണ്ട എന്നൊരു തോന്നല്? ജിസയിൽ. പക്ഷേ ഈ ജിസയിൽ ഇറങ്ങിയപ്പോഴാണ് ആര്യന് കുറച്ചും കൂടെ കളിക്കാനുള്ള സ്പേസ് കിട്ടിയതെന്നൊക്കെ പറയുന്നു. ശരിയാണ്. ജിസയിൽ പോലെ എന്താ പറ്റി, എന്താണ് വിഷമം വന്നത്? പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ആയിരുന്നു. അപ്പം സീസൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ജാസ്മിൻ്റെ. ജാസ്മിൻ്റെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോ ആണോ? ഓക്കെ, ആ കോംബോ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പിന്നെ ശ്രീതു, അർജുൻ ആ കോംബോയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അനുമോള്, അനീഷ്, ഷാനു അവരെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അനുമോള് കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അനീഷാണ് വിന്നർ. എന്തുകൊണ്ടാണ് അനീഷിനെ തിരഞ്ഞെടുത്തത്? അത് വെച്ച് തോന്നുന്നുണ്ട് അനീഷാണെന്ന് തോന്നുന്നുണ്ട്. അനുമോള് നല്ലതാണ്. ഫസ്റ്റ് സെക്കൻഡ് അവരാവാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കാണും, അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സീന്. അപ്പം അത് റിയൽ ആണോ അത് വെറും ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ അനീഷിൻ്റെ? റിയൽ ആവാനാണ് വഴി. 91 days ആയല്ലോ, അപ്പം ഇനി ഗെയിം കളിച്ചിട്ട് കാര്യമില്ലല്ലോ.
ഇപ്പോൾ റിയൽ ആവാനാണ് ചാൻസ്. അവര് ഒന്നിച്ചാൽ നല്ലൊരു ജോഡിയായിട്ട് മാറുമോ? തോന്നുന്നില്ല. 7th സീസണിൽ എവിക്ഷൻ കുറേ പേര് കഴിഞ്ഞല്ലോ. അപ്പം ഈ ഓരോ എവിക്ഷനിലും നമുക്ക് ആര് പോയപ്പോഴാണ് സങ്കടം തോന്നിയത്? ഭയങ്കര അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെയായിട്ടും. സന്തോഷം തോന്നിയത് ഏത് എവിക്ഷനിലാണ്? മസ്താനി പോയപ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട്. എല്ലാ സീസണും കാണാറുണ്ടോ? എല്ലാ സീസണും കാണാറുണ്ട്. അപ്പം ഏത് സീസണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സീസൺ 4. സീസൺ 4 ആണ്. അതിലപ്പം ആരെയായിരുന്നു? റോബിൻ രാധാകൃഷ്ണൻ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 7th സീസൺ ഇമ്പ്രൂവ് ആയോ അതോ അതിലേക്ക് ഒരു ലെവൽ താന്നു പോയോ? കമ്പയർ ചെയ്യുമ്പോൾ സീസൺ 4ഉം 5ഉം ആണ് ഏറ്റവും നല്ലത്. ബിഗ് ബോസ് കാണാറുണ്ടോ? ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പം ഈ 7th സീസൺ അവസാന ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. ആരായിരിക്കും വിന്നറെന്ന് തോന്നുന്നേ? അനുമോളായിരിക്കാനാണ് സാധ്യത. കോമഡി ഉത്സവം അങ്ങനെയുള്ള ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അവളെ സ്റ്റാർ മാജിക് അതിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബിഗ് ബോസിലെ ആ ഒരു ബിഹേവിയറും കാര്യങ്ങളും അവിടെ നിൽക്കുന്നതൊക്കെ അനുമോളുടെ? അതിൻ്റെ ഗെയിമറാണ്, കുഴപ്പമൊന്നുമില്ലാതെ. ഓക്കെ, അനുമോള് വിന്നർ ആവുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനമായിട്ട് ആർക്കായിരിക്കും ഒരു ചാൻസ്? ആയിരിക്കും അനീഷിനെയാണ്. എന്തുകൊണ്ടാണ് അനീഷിനെ പറഞ്ഞത്? അനീഷ് നല്ല മത്സരാർത്ഥിയാണ്, കുഴപ്പമില്ലാതെ. നമ്മൾ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സീൻ. ആ പ്രപ്പോസൽ അനീഷ് റിയൽ ആയിട്ടാണോ അത് വെറും ഗെയിം ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്? ഗെയിമാണ്, ഒരു റിയൽ ആവാൻ ചാൻസ് ഇല്ല. അതെ, റിയൽ ആവാൻ ചാൻസ് ഇല്ല, ഗെയിം തന്നെ ആയിരിക്കാം. ഏത് സീസണാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് സീസണാണ്. ഈ 7th സീസൺ അതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പടി മുന്നോട്ടാണോ? കുറച്ച് ഫൈറ്റ് അധികം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫൈറ്റ് അധികം ഉണ്ട്. ആരെ എവിക്റ്റ് ആയപ്പോഴാണ് വിഷമം തോന്നിയത്? അങ്ങനെയൊന്നുമില്ല. സന്തോഷം തോന്നിയതോ? രേണുസുതി എവിക്റ്റ് ആയപ്പോഴാണ് കുറച്ചും കൂടെ സന്തോഷം തോന്നിയത്. സന്തോഷമല്ല, സങ്കടമാണ്. സന്തോഷം അങ്ങനെയൊന്നുമില്ല. രേണുസുതി പോയതിൽ ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു തോന്നലാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പം നമ്മുടെ 7th സീസൺ അവസാന ഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ആരായിരിക്കും വിന്നർ? എനിക്കിഷ്ടം അനീഷ് വരാനാണ്. അനീഷ് അല്ലെങ്കിൽ നെവിനാണ്. എനിക്ക് രണ്ടുപേരെയാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുത്തത്? ഇവർ രണ്ടുപേരും നല്ല സിൻസിയറായിട്ടാണ് അവിടെ കളിക്കുന്നത്, നല്ല ഗെയിമറാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ അനീഷിനായിരുന്നു ഇഷ്ടം. അനീഷിൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൻ എന്താ പറയുക, പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നെവിനും എനിക്ക് അതുപോലെ ഇഷ്ടമാണ്. നല്ലൊരു നെവിൻ്റെ കോമഡിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെവിൻ അവിടെ നിന്ന് ഓർന്ന് കാണിച്ചു വിടുന്നതും എല്ലാം പറയാം, നല്ല അടിപൊളി എൻ്റർടൈനറാണ് നെവിൻ. റോബിൻ ഞാൻ കട്ട ഫാനായിരുന്നു. ഒന്നാമത് പറയാൻ എനിക്ക് വാക്കുകൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടം. ഞാൻ എന്തെങ്കിലും നേരിൽ കാണാൻ സാധിച്ചാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. അതും അതല്ല, വേറെ ചാൻസ് ഡോക്ടർ റോബിനെ എപ്പോഴാണ് ഔട്ടാക്കിയത് അന്ന് മുതൽ ഞാൻ ബിഗ് ബോസ് കാണാൻ നിർത്തി. പിന്നെ ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് ഈ സീസൺ 7 ആണ് കാണാൻ തുടങ്ങിയത്. സീസൺ 7 അത്രയ്ക്കും ഒരു കട്ട ഫാനായിരുന്നു. അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസൽ ചെയ്തത് അതെനിക്കൊരു റിയൽ ആയിരിക്കും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഡ്രാമയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ അവർ പറയുമായിരുന്നു. ഇതിപ്പോൾ സീസൺ 7 ഇപ്പോൾ 9 days മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ ആ നിമിഷത്തിലാണ് അനീഷ് ഇത് പ്രപ്പോസൽ ചെയ്യുന്നത്. അപ്പം അനീഷിൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ എങ്ങാനും കയറി കാണുമായിരിക്കും. എന്തായാലും നമുക്ക് ഇറങ്ങിയ ശേഷം കാണാൻ പറ്റും. അടിച്ചാൽ നല്ലൊരു ജോഡി ആയിരിക്കും. കാരണം രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിൽ പോകുന്ന ആൾക്കാരാണ്. പിന്നെ അവിടെ കാണിക്കുന്ന സ്വഭാവം അറിയാലോ, ഒന്നും പറഞ്ഞാൽ ഒന്നും മറ്റുള്ളവർ പറഞ്ഞ് എന്താണെന്ന് പോലും മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ക്ഷമ അനീഷും കാണിക്കുന്നില്ല, അനുമോളും കാണിക്കുന്നില്ല. രണ്ടുപേരും നന്നായി ചേരും. എന്തായാലും എവിക്റ്റായപ്പോഴാണ് സങ്കടം തോന്നിയത്? അതിൽ എവിക്റ്റായപ്പോൾ എനിക്ക് നമ്മുടെ അപ്പാനി എവിക്റ്റായപ്പോൾ എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? അപ്പാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, ഒരു സിൻസിയറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുറത്തേക്ക് വരുന്ന വേഴ്സുകൾ അത്രയും നല്ലതല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു അപ്പം എന്നെ ഔട്ടാക്കിയത്. പിന്നെ സന്തോഷമായത് നമ്മുടെ മസ്താനി പോയപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്തുകൊണ്ട് മസ്താനി? ക്യാരക്ടർ ഭയങ്കര മോശമായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ബിഗ് ബോസിൽ വന്നപ്പോഴാണ് മസ്താനിയുടെ ക്യാരക്ടർ. ഞാൻ മസ്താനിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഇതിൽ വന്നപ്പോൾ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പം എനിക്കെന്തോ മസ്താനിയുടെ ക്യാരക്ടർ എനിക്ക് അന്നേരമാണ് നമുക്ക് അവരുടെ യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്കെന്തോ മസ്താനി എനിക്ക് ഇഷ്ടമായില്ല. മറ്റുള്ള കണ്ടസ്റ്റിനെ കാട്ടും ഒരു ബാഡ്. അതെ എന്തായാലും ഔട്ടായപ്പം ആരിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അവിടെ, പെർഫോമൻസ് അയ്യോ സൂപ്പറായിരുന്നു. അതെ ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെന്ന് വെച്ചാൽ എനിക്ക് അക്ബറിൻ്റെ എല്ലാം പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അക്ബറിൻ്റെ എനിക്ക് നമ്മുടെ ഏത് പ്രോഗ്രാമായിരുന്നു, സുജാത മാമൊക്കെ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലിരുന്ന് കാണുന്നതാണ്. അക്ബറിൻ്റെ പാട്ടുകളുള്ള എനിക്ക് ആ സീസൺ പേര് മറന്നുപോയല്ലോ. എനിക്ക് അക്ബർ സോങ് എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അക്ബറിനെയും ആ ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ എനിക്കതിലിഷ്ടം ഷാനവാസ്, കുഴപ്പമില്ല.
എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങ് പോരാ. ഈ എന്നാ പറയുക, ബ്രദർ സിസ്റ്ററിൻ്റെ ആ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എനിക്ക് ആദില നൂറയിൽ പറയുവാണെങ്കിൽ എനിക്ക് നൂറയാണ് ഇഷ്ടം. ആദിലയുടെ ക്യാരക്ടർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ആ ഒരു ഇത്? എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ എന്തെന്നാണ് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുമെങ്കിലും എന്താണ് ഒരാളോട് നമുക്ക് എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് പറയണം എന്നറിയാത്തൊരു ഇതെനിക്ക് തോന്നി. അത് നമ്മളിപ്പം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാവൂ, അത് വെട്ടി തുറന്നങ്ങ് പറയും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മളത് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ. ുള്ള വഴക്കാണ് നമ്മുടെ ഫുഡിൻ്റെ കേസിൽ. അത് അനുമോൾക്ക് വിവരമില്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഫുഡ് വിളമ്പുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അന്നൊരു പയറായിരുന്നു അവർ സെർവ് ചെയ്തത്. അപ്പോൾ അന്നേരം ആ പയർ എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും അവിടെ നല്ലൊരു സെൻസുള്ള ഒരാളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ ചിന്തിച്ചത് മൊത്തം തെറ്റായിപ്പോയി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. ആ ഉണ്ടാക്കുന്ന കറികൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അരിയാഹാരം ചോറ് വേണമെന്നുള്ളവർക്ക് സെക്കൻഡ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അത് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ട് അനുമോൾ തലയ്ക്കകത്ത് കയറിയില്ല. അനുമോൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരുന്നത്? അനുമോൾ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് ചോറ് എടുക്കുമ്പോൾ അവർക്ക് കറി വേണ്ടേ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ രണ്ടാമത് ചോറ് എടുക്കുന്നവർക്ക് എടുത്താൽ മതിയല്ലോ, അല്ലാത്ത ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ സാബുവിന് കറി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ. അപ്പം അതൊരു കൊടുത്തില്ലെന്ന് മീൻസ് രണ്ടാമത് ചോറ് എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ശരിയാവുക? രണ്ടാമത് ചോറ് എടുക്കുന്നവർക്കാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ കറി കഴിച്ചുകൊണ്ടിരിക്കുമ്പം രണ്ടാമത് ചോറ് വേണം എന്നുള്ള ആൾക്കാർ ആ കറി അവിടെ കുറച്ച് ബാക്കി വെച്ചിട്ട് ചോറ് മാത്രം വേഗം കഴിച്ചതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അനുമോളിൻ്റെ ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എല്ലാവരും അത് ബിഹേവ് ചെയ്യേണ്ടത്. ഒരു വേസ്റ്റ് ആയിട്ട് ആ ഒരു ബിഹേവിയർ തോന്നി. എനിക്കത് തോന്നി. അനുമോൾ നല്ല ഗെയിമറാണ്. എനിക്ക് അനുമോൾ ഇഷ്ടമാണ്. അനുമോൾ മറ്റേ സ്റ്റാർ സിംഗറിലൊക്കെ അവളുടെ ഞാൻ നന്നായി എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ് ശ്രീദേവിയുടെയും അനുമോളുടെയൊക്കെ. പക്ഷേ ഇവിടെ വന്ന് ബിഗ് ബോസ് വന്നപ്പം സ്വഭാവം ചില സമയങ്ങളിൽ അവളുടെ ആ ഒരു ചിന്താഗതിയാണ് കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ല. അനുമോൾ എല്ലാവരുടെയും എന്താ പറയുക, കുടുംബ പ്രേക്ഷകരുടെ ഒരു ഓമനക്കുട്ടിയാണ് സംഭവം. ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം അനീഷിനെയും നെവിനെയാണ് ഇഷ്ടമെങ്കിൽ പോലും എനിക്ക് അനുമോളിനെ ഇഷ്ടമാണ്. പക്ഷെ അനുമോളിൽ ചിന്തിക്കുന്ന രീതിയാണ് തെറ്റ്, ചിന്താഗതിയാണ് തെറ്റ്. അതെ അതെ അതെ. ഒരു എന്താണ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊരു ടൈം ആളെടുക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്കാർക്ക് ക്ഷമയില്ല. ക്ഷമയില്ല. അതെ. നന്നായിട്ട് പെർഫോം ചെയ്തത് മറ്റു സീസണാണോ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഡോക്ടർ തോമിൻ്റെ തന്നെ പറയും. ഡോക്ടർ തോമിൻ്റെ സീസൺ തന്നെ പറയും. അതെ അതെ, എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ പേളിയുടെ എനിക്ക് സീസൺ എനിക്ക് ഇഷ്ടമായിരുന്നു. അവരുടെ ആ ഒരു കോംബോ. അതെ അതെ, ലവ്. അത് ഇവിടെ പിന്നെ അവർ പിടിക്കാൻ പറ്റാതെ നമ്മുടെ ആര്യനും ജിസലും കൂടിയിട്ട് ഒരു ലവ് ട്രാക്കിലേക്ക് പോകാനായിട്ട് നോക്കിയായിരുന്നു. അതെ അതെ നോക്കിയായിരുന്നു. പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ അനീഷ് പറ്റി എന്താ പറയാനുള്ളത്? അയ്യോ, എനിക്കത് തീരെ താല്പര്യമില്ല. അതൊന്ന് ലവ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ലവ് ചെയ്യുന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണോ അതോ സിൻസിയർ ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിൽ മാത്രം എനിക്കൊരു ശരിയായില്ല. പക്ഷെ ഇപ്പം അതെ, ഇപ്പം അനീഷിൻ്റെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെയും അതിര് കടന്നിട്ടുള്ള ഒരു ലവ് ട്രാക്ക് അല്ല, അങ്ങനെയുള്ളതല്ലായിരുന്നു. അവർ നന്നായി ഡീസൻ്റായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആര്യൻ്റെയും ജിസേലും കുഴപ്പമില്ല. അവർ നന്നായിട്ട് ഒരു ഇഷ്യൂ വന്നായിരുന്നു ആര്യനും ജിസയിലും നമ്മുടെ അനുമോളുമായിട്ടൊരു ഇഷ്യൂ. അതും ഇതാ പറഞ്ഞത്, അനുമോളിൻ്റെ ചിന്താഗതി ഉണ്ടല്ലോ ഭയങ്കര ബോറാണ്, ഒട്ടും കൊള്ളത്തില്ല. അനുമോൾ ആ ഒരു ഇതിലേക്ക് അത്രയും തരം താന്ന് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു ഒന്ന് പറയുകയാണെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഒരു പതൊക്കെ മാറ്റി നോക്കുകയും അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യനും ജിസയിലും അവർക്കറിയാം അനുമോള് ഇവരെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് പിന്നെ അനുമോൾക്കൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആര്യൻ അവിടെ കളിച്ചതായിരിക്കും. പക്ഷെ അത് അനുമോൾ അത് സിൻസിയറായിട്ട് സീരിയസ് ആയിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ അങ്ങ് പബ്ലിക്കായിട്ട് കിട്ടും. കണ്ടസ്റ്റൻറ്റ് അവർക്ക് കോണ്ടന്റ് ആണല്ലോ ആവശ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്രയും തറവേല കാണിക്കണ്ടായിരുന്നു. അതെ അതെ അതെ, കോണ്ടന്റ് ക്രിയേഷൻ നടത്തിയവൾ അവിടെ. അതാണ് പ്രശ്നം. എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ലാലേട്ടൻ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ലാലേട്ടനും മഞ്ജു വാര്യർ ഇവർ രണ്ടുപേരാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറും ആക്ട്രസും. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നേവരെ ദൈവം എനിക്ക് ലാലേട്ടനെയും മഞ്ജു ചേച്ചിനെയും എനിക്ക് കാണാനുള്ള അവസരം തന്നിട്ടില്ല. എന്തെങ്കിലും ഇനി ബിഗ് ബോസിൽ താങ്കൾ പോയി കഴിഞ്ഞാൽ വിൻ ചെയ്യാൻ പറ്റുമോ? അയ്യോ, എനിക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്.
കിട്ടും. പക്ഷെ നമ്മളെയൊക്കെ ആര് വിളിക്കാനാ, നമ്മൾ സാധാരണക്കാരല്ലേ. അനീഷ് സാധാരണക്കാരനായിരുന്നല്ലോ. സാധാരണക്കാരനാണെങ്കിൽ പോലും അനീഷ് റീൽസ് എല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ പക്ഷെ അതുപോലും ഇല്ല. പക്ഷെ ഇപ്പം ഈ സാധാരണക്കാരെന്ന് പറയുന്നു. പക്ഷെ അനീഷ് ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റിയ അനീഷിൻ്റെ റീൽസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പുറത്തെ ജനങ്ങൾ എന്നെ അറിയത്തേ ഇല്ലായിരിക്കും. എൻ്റെ കസിൻസ് മാത്രമല്ലേ അറിയത്തുള്ളൂ. മെനക്കെട്ട് ഞാൻ ടൈം എടുത്ത് ഞാൻ ലൈവായിട്ടിരുന്ന് കാണും. 7th സീസണാണ് ഇപ്പം മലയാളം ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ആരായിരിക്കും വിജയം എന്ന് തോന്നുന്നത്? അല്ല, നമുക്കൊരു ഒളിമ്പിക്സോ അല്ലെങ്കിൽ ഒരു നാഷണൽ ഒരു ഇവൻസിന് വേണ്ടിയൊന്നുമല്ല ഈ പ്രോഗ്രാം നടക്കുന്നത്. വെറുതെ ഒരു ടൈം പാസ്, എന്താ പറയുക, ഒരു ഉദ്ദേശമാണ്. എന്തൊരു ഉദ്ദേശം? വെറുതെ ഒരു കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു പ്രൈസ് കൊടുക്കുക. അതിൽ ആര് വിജയിച്ചിട്ട് എന്താണ് അതിൽ റിസൾട്ട് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോഹൻലാൽ നോക്ക്, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. പക്ഷേ ആസ് എ ലെഫ്റ്റനൻറ്റ് കേണൽ, ഒരു ബാബാ ദാദാസാഹേബ് അംബേദ്കർ, ഇത് നമ്മുടെ ഫാൽക്കെ അവാർഡെല്ലാം കിട്ടിയ ഒരാൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പുള്ളിയുടെ ആൾട്ടിറ്റ്യൂഡ് എല്ലാം നമ്മൾ ഒരു മാതൃകയാക്കുന്നതാണ്, നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചില ഒരു കമ്മ്യൂണിറ്റീസ്, ചില ഒരു വെറൈറ്റീസ് മാത്രം കാണിച്ചുകൊണ്ട് ആക്ച്വൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഓക്കെ, അത് കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് അതല്ല. ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അത് വൾഗർ കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സമൂഹത്തിൽ അമ്മ, അച്ഛൻ, സഹോദരൻ, ചേട്ടൻ, അനിയൻ എല്ലാവരും ഇരുന്ന് കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾക്ക് എന്തായാലും അപ്പം ഒരു കാണാത്തൊരു കാര്യം നമ്മൾ കാണാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ആകാംക്ഷ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹൈഡ് പോയിന്റുകൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി അത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ആൾക്കാർക്ക് അറിയാം ഇതിങ്ങനെ നടക്കുന്നതാണെന്ന്. പക്ഷേ ആ ഹൈഡ് വരുന്ന പോയിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ആകാംക്ഷയിലേക്ക് പിള്ളേരെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ അത് മാറ്റുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്യുവൻ ഞാൻ ആരെയും അതിൽ കാണുന്നില്ല. കാരണം അതിൽ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലാതെ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഒരു പെയ്ഡ് ആൾക്കാർക്ക് പൈസ കൊടുത്ത് കൊണ്ടുവരുന്നു. സീരിയൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണക്കാക്കാം. നമുക്ക് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ത്രൂ ഔട്ട് ഇയറിൽ ഫുൾ ഉണ്ടാകണം. അപ്പോൾ ഒരു സീരിയൽ മാതിരി നമുക്ക് കണക്കാക്കാം. അല്ല, ആക്ച്വലി ഞാനിത് വല്ലപ്പോഴും കാണാറുള്ളത്. വല്ലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇതായിരിക്കും വൈഫ് ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ സെക്കൻഡ് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റോ 4 മിനിറ്റോ കാണുമ്പോൾ തന്നെ ഞാൻ എണീച്ച് പോകും. ഇത് കാരണം അതിൻ്റെ ഒരു ആക്ച്വൽ പ്രോഗ്രാം അതാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണലുണ്ട്. അപ്പം നമ്മുടെ 7th സീസൺ അവസാന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? ആദില-നൂറ ഒരു 2 കണക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിലാരായിരിക്കും? നൂറ. രണ്ടാമതാരായിരിക്കും? ആദില തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്തത്? എന്താണ് മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കി നിങ്ങൾക്ക് ചിന്തിക്കാൻ വഴിയൊരുക്കിയത്? അവർ നല്ലൊരു ഗെയിമറാണ്. നല്ലൊരു ഗെയിമറാണ്. അപ്പം മറ്റുള്ള കണ്ടസ്റ്റന്റിനെ പറ്റിയുള്ള അഭിപ്രായം? മോശമെന്നല്ല, ലൈക്ക് ഗെയിമായിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ അവരാണ് ബെറ്റർ ആയിട്ട് തോന്നി. അനുമോളെ പറ്റിയുള്ള അഭിപ്രായം? നല്ലതാണ്. എപ്പോഴും കരച്ചിലാണ്. ഈ ഇത്രയും സീസണിൽ 7 സീസണിൽ ഏത് സീസണിനെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയത്? ആറാമത്തെ സീസൺ. എന്തുകൊണ്ടാണ് 6ാം സീസൺ അത്രയും ബെറ്റർ? ശ്രീതു നല്ലോണം കളിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ഈ 7th സീസൺ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അതോ ഒരു ലെവലിൽ താന്നു പോയോ? 6ാമത്തേനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു താന്നു പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. ആര് ഈ കളിയിൽ നിന്ന് പുറത്തു പോയപ്പോഴാണ് സന്തോഷം തോന്നിയത്? മസ്താനി പോയപ്പോഴാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു മസ്താനി പോയപ്പോൾ. അപ്പം ആര് പോയപ്പോഴാണ് സങ്കടം തോന്നിയത്? പോവണ്ടായിരുന്നു എന്നൊരു ഫീൽ? ശ്രുതി പോകുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. നിൽക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു രേണുസുധിയുടെ ഒരു ഗെയിം പെർഫോമൻസ് ബിഗ് ബോസിൽ? ഇഷ്ടമായിരുന്നു. കുറേ ബാഡ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അടിയൊക്കെ കാണാൻ നല്ല കണ്ടിരിക്കാൻ രസമാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണും നമ്മുടെ അനീഷ് നമ്മുടെ പ്രണയം നമ്മുടെ അനുമോളോട് തുറന്നു പറഞ്ഞൊരു കാര്യം. അതൊരു ഗെയിമാണോ അതോ റിയലായിട്ട് ഫീലിങ്സിലൂടെ പറഞ്ഞതാണോ? റിയലായിട്ടാണെന്ന് തോന്നുന്നു. ബോസ് എങ്ങനെ ഉണ്ട്?
നല്ലതാണ്. അപ്പം 7th സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടമായിരിക്കുന്നു. ആരായിരിക്കും വിന്നർ എന്ന് തോന്നുന്നത്? അതിലെയാണ് വിന്നർ എന്ന് തോന്നുന്നത്. രണ്ടാമത്തെ വ്യക്തിയായിട്ടോ? അവിടുന്ന് മക്കൾ പറഞ്ഞിരുന്നതാണോ? ഈ എവിക്റ്റ് ആയവരിൽ ആര് പോയപ്പോഴാണ് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ മസ്താനിയാണ്. സങ്കടം തോന്നിയ പോവണ്ടായിരുന്നു എന്നൊരു തോന്നുന്നു. രേണുസ്തുതിയാണ്. എന്താണ് രേണുസ്തുതിയുടെ ഇത്? കൊള്ളാമായിരുന്നു. പക്ഷേങ്കിൽ അവള് വീട്ടിലെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ പോയത്. വീട്ടിലെ പ്രശ്നം കൊണ്ടാണ് പോയത്. കുറച്ചുകൂടെ നാളെ നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ സുധിയേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടും. അതെ, കൊല്ലസുധിയുടെ ഭാര്യയാണ്. അനുമോളെ പറ്റിയുള്ള അഭിപ്രായം? അനുമോള് എപ്പോഴും കരച്ചിലും പിന്നെ വലിയ അഭിപ്രായമൊന്നുമില്ല. ഈ അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പം ആ സീനിൽ റിയലായിട്ടാണോ അതോ അനീഷിൻ്റെ ഒരു ഗെയിമിങ് സ്ട്രാറ്റജി ആയിട്ടാണോ തോന്നുന്നത്? അനീഷ് റിയലായിട്ട് ചോദിച്ച പോലെ തോന്നുന്നത് ആണോ? നമ്മുടെ 7th സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ആരായിരിക്കും വിന്നർ? എനിക്ക് പേഴ്സണലി ഷാനവാസിനെയാണ് ഇഷ്ടം. ഷാനവാസ് വിജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ഷാനവാസിനെ ഇഷ്ടപ്പെട്ടത്? നേരത്തെ മുതൽ സീരിയലൊക്കെ കാണാറുള്ളതാണ്. ആ ഷാനവാസ് നമ്മുടെ ബിഗ് ബോസിൽ നിൽക്കുന്ന ആ ഒരു ബിഹേവിയർ എങ്ങനെയുണ്ട്? എല്ലാത്തിനോടും യോജിക്കാൻ പറ്റൂല, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. അപ്പം 2ാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചാൻസ് ആർക്കായിരിക്കും ഉള്ളത് വിന്നർ ആവാൻ? അനീഷ് തന്നെയാണ്. അപ്പം അനീഷിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം, കുഴപ്പമില്ല. അനുമോളെ പറ്റിയിട്ടോ? അനുമോളെ ഇഷ്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സീൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അത് ഒരു റിയൽ ആണോ അതോ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണോ അനീഷിൻ്റെ? റിയലായിട്ടാണ് തോന്നുന്നത്. റിയൽ ഒരു ഫീലിങ്സ് ആണ്. അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. എന്നെ അറിയില്ല ആളുടെ ഇതെങ്ങനെയായിരിക്കും എന്നറിയില്ല. ഏത് സീസണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് റോബിൻ്റെ സീസൺ ആളെ ഇഷ്ടമാണ്. പിന്നെ ആളുടെ സീസൺ നമുക്ക് മിസ് ചെയ്യാതെ കാണാൻ ഉണ്ടായിരുന്നു. പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വിഷമം. ഞാൻ എല്ലാ സീസണും കാണാറുള്ളതാണ്. ആരായിരിക്കും ഇപ്പം ഇനി വിന്നർ ആവാൻ പോകുന്നത്? അനീഷ് അല്ലെങ്കിൽ നൂറ. ഓക്കെ, എന്തുകൊണ്ട് അനീഷ് നൂറയൊക്കെ വന്ന മനസ്സിൽ? നൂറ കളിക്കും നന്നായിട്ട്. അനീഷും ഇത് കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും ചാൻസ് കൊടുക്കുന്നുണ്ടോ? അനുമോൾ എന്തേ പറയാൻ? അവളും കളിക്കുന്നുണ്ട്. കരച്ചില് കരച്ചില്ല. തൊട്ടനെ പിടിച്ചൊക്കെ കരച്ചില്ല. എല്ലാ സീസണും കാണാറുണ്ട്. അപ്പൊ ഏത് സീസൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഈ സീസണാണ് ഇഷ്ടപ്പെട്ടെ. എന്താ ഈ സീസണിന്റെ പ്രത്യേകത? നല്ല രസമുണ്ട്. എന്താ ഇഷ്ടപ്പെട്ട രസമൊക്കെ വരാൻ? ചോദിച്ചില്ലേ മരിക്കാണ്ടിരിക്കുന്നതാണെന്ന് അപ്പൊ ചിരിക്കണം. അപ്പോഴാണ് എനിക്ക് അവന് ഇഷ്ടമായത്. രവിറ്റായപ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നിയത്. എല്ലാവർക്കും ആര്യനാണ്. എന്ത് പറ്റി? നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ്. നല്ലൊരു പ്ലെയർ ആയിരുന്നു. എവിക്റ്റ് ആവണ്ടെന്ന് തോന്നലുണ്ട്. എവിക്റ്റ് ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പ് 5 എത്തിയേനെ. എവിക്റ്റ് ആയപ്പോൾ സന്തോഷം തോന്നിയേ? മസ്താനി. എന്താണ് മസ്താനി? എന്താ എവിക്റ്റ് ആയപ്പോൾ സന്തോഷം തോന്നി? എന്താ? അപ്പാനി പോയായിരുന്നു. ആകെ കളിയാക്കലൊക്കെയായിരുന്നു. കുശുമുണ്ടോ അതിന്? കുശുമ കുറച്ച് കൂടുതലാ? കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് മസ്താനി പോയത്. ഭയങ്കര സന്തോഷമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.